അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ ഐറ്റംസാണ് വന്നിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റ് തന്നെയാണ്, ചെറിയ പീസാക്കിയിട്ട്. ഇത് ഏകദേശം ഒരു 900 ഗ്രാമിൻ്റെ തന്നെ ചിക്കനാണ്. ചെറിയ രീതിയിൽ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട മസാലകളാണ് പറയാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അധികം പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ ഞാനിതിപ്പം മസാല എല്ലാം കൂടെ പുരട്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറായി. ഇത് ഞാനിപ്പോഴും വറുക്കാനായിട്ട് വെളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ വേണ്ടുന്ന സാധനം, ഇത് ഞാൻ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചെറിയ ഉള്ളി കുറച്ച് മതി, അങ്ങനെ എടുക്കാം. ഞാനിപ്പം കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവോള അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി. പിന്നെ വേണ്ടിയത് പിന്നെ ചേർക്കാവുന്ന മസാല, ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പിന്നെ എരിവുള്ള ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇതിൽ നമ്മൾ ചിക്കനിൽ പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല. ഇനി ഇത് തന്നെ നല്ല സ്പൈസിയാണ്. ഇനി കൂടുതൽ എരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ വേണ്ടത് വാളംപുളിയാണ്. വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളി എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ചേർക്കും. മധുരം കൂടുതൽ ഇച്ചിരി നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് പുളിയാൻ്റെ വെള്ളത്തിരിക്കുക, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളി അതും കൂടെ വേണം. അപ്പം ഞാനൊന്ന് ചിക്കൻ പൊരിച്ചെടുക്കാമേ. ഒരു കാര്യം ഞാൻ പറഞ്ഞത്, കുറച്ച് മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്തായാലും ചിക്കനിലും ഇട്ടിട്ടുണ്ട്, മസാലയുടെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ മതി. രണ്ടും കൂടെ കടായി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വറുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതായിട്ടുണ്ട്. ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. എന്നുവെച്ചാൽ മസാലയ്ക്കകത്ത് കുറേ നേരം കിടന്ന് അതങ്ങനെയും കൂടെ ഒന്ന് വേകണം. അപ്പം ഇപ്പം ഞാനെന്താ എടുക്കുകയാണ്. ഇതേപോലെ ആയാൽ മതി. തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ.
ബാക്കിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ വറുത്ത് കോരണം. ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് എല്ലാം വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് എണ്ണ മാറ്റി വയ്ക്കണം കേട്ടോ. ടെക്സ്റ്റ് കൂടുതലാണ്. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് കൊടുക്കും. കറിവേപ്പില മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കുക. ചിക്കന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി കീറിയ എടുത്തേക്കുന്നത്. ചതച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ കീറിയ ഇട്ടേക്കുന്നത്. ചതച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാല പച്ചമണമൊക്കെ മാറി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും. ഈ പുളിയും പഞ്ചസാരയും കൂടി ഇട്ടാണ് നമുക്ക് പുളിപ്പിൻ്റെ അനുസരിച്ച് ഒഴിച്ചു. ഓരോരുത്തരുടെ ഇഷ്ടം. പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു സ്പൂൺ പുളിയുടെ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ തീയിൽ അല്ലെങ്കിൽ നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീയിലേക്ക് വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അല്ലെങ്കിൽ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് അടച്ച് വയ്ക്കും. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിൽ നമ്മൾ സോസൊന്നും ചേർക്കുന്നില്ല. സോയ സോസ് ചേർക്കുന്നില്ല, ടൊമാറ്റോ സോസ് ഒരു സോസും ചേർക്കുന്നില്ല. അതിന് പകരമാണ് വാളംപുളി പിഴിഞ്ഞ് ചേർക്കുന്നത്. ഇച്ചിരി
അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് സ്പെഷ്യലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ചിക്കൻ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.